ഒരിക്കൽ ഒരു മനുഷ്യൻ മൈക്കലാഞ്ചലോയോട് ചോദിച്ചു, താങ്കൾ എങ്ങനെയാണ് ഈ കല്ലിൽ നിന്നും രൂപങ്ങളെയൊക്കെ കൊത്തി പുറത്തെടുക്കുന്നത്? ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം ആ മനുഷ്യനോട് പറഞ്ഞു, സഹോദര, ഞാൻ ഒരിക്കലും അപ്രകാരം ഒരു രൂപം അതൊന്ന് കൊത്തിയെടുക്കാറില്ല. മറിച്ച് ഓരോ കല്ലിലും ഒളിഞ്ഞിരിക്കുന്ന മനോഹരമായ ചില രൂപങ്ങളുണ്ട്. അത് പുറത്തു വരുവാൻ വേണ്ടി അതിന്റെ അനാവശ്യമായ ചില ഭാഗങ്ങളെ ഞാൻ അതിൽ നിന്നും അടർത്തി മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോൾ ആ യഥാർത്ഥ രൂപം അതിൽ നിന്നും പുറത്തു വരും. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 1:27 പറയുന്നു, ദൈവം തന്റെ സ്വരൂപത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ആ ദൈവത്തിന്റെ സ്വരൂപവും ദൈവത്തിന്റെ ഛായയും നമ്മളിലുണ്ട്, ഓരോ വ്യക്തി ജീവിതങ്ങളിലുണ്ട്. അത് പുറത്തു വരാതെ വണ്ണം നമ്മളിൽ അതിനെ മറയ്ക്കുന്ന അഹംഭാവവും ദേഷ്യവും അഹങ്കാരവും ഇത് തുടങ്ങിയ മറ്റനാവശ്യമായ ചില പ്രകൃതങ്ങൾ, സ്വഭാവങ്ങൾ നമ്മൾ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ സ്വരൂപവും ആ ഛായയും പുറത്തു വരുവാൻ കഴിയുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളിരിക്കുന്ന അനാവശ്യമായ ഈ സ്വഭാവങ്ങളെയും ഈ മോശമായിരിക്കുന്ന ചിലതിലേക്ക് നമ്മൾ എടുത്തു മാറ്റുമ്പോൾ ദൈവത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വരൂപം, ആ ഛായ രൂപമൊക്കെ നമ്മളിൽ നിന്നും പുറത്തു വരും. പുറത്തു വരുമ്പോൾ അത് നമുക്കും നമ്മെ കാണുന്ന സമൂഹത്തിനും അതൊരു അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങളെ ഏവരും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയിലൂടെ ഈ വചനം ഇവിടെ നിർത്തുന്നു. ദൈവം സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം.